അപ്പോൾ എന്നാലും ഓക്കെ, അവിടെ പിന്നെയും ഒരു സംശയം. നിങ്ങൾ വലിയ പ്രപഞ്ചത്തിൻ്റെ ആളാണ്. ഇപ്പോൾ എക്സ് മുസ്ലിംസ് അങ്ങനെ കളിയാക്കൽ. അവർ താഴെയുള്ളതൊക്കെ വിട്ട് ഇപ്പോൾ ഇതിൻ്റെ ആളാണെന്ന് അവർ പറയാം. മനുഷ്യന്മാരെ കഥയില്ല. ഒരു മാക്സിമം നമ്മളെ ചെറുതാക്കാനാണ് നോക്കുക. മാക്സിമം ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഒരു മുടി കണ്ടാൽ അള്ളാഹ് എന്താ കുറഞ്ഞു പോകും. ബാത്റൂമിലേക്ക് മുമ്പ് വലത്തെ കാലെടുത്ത് വെച്ചാൽ അള്ളാഹ് അത്ര വലിയ ഈഗോ. അവിടെ ഒന്നല്ല ഇസ്ലാം ഉള്ളത്. അവർ നമ്മൾ അവിടെ തളച്ചിടാൻ ശ്രമിക്കുന്നു. ഇവിടെ അതല്ല ഉള്ളത്. ഇവിടെ ഉള്ളത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തിയറി അല്ലല്ലോ. നൂറുകണക്കിന് വചനങ്ങളിൽ ഖുർആൻ പറയുന്നതല്ലേ അത് എന്നല്ല. ബാത്റൂമിൽ പോകുന്ന വിഷയവും അതേപോലെയുള്ള വളരെ ജീവിതവുമായി ബന്ധപ്പെട്ട, സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ വിഷയങ്ങളും ഖുർആനിൽ വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, പറഞ്ഞിട്ട് തന്നെയുണ്ടോ? വിശുദ്ധ ഖുർആൻ മുഴുവനും പരാമർശിക്കുന്നത് കോസ്മോളജിയെ സംബന്ധിച്ചല്ലേ. അപ്പൊ ഖുർആന്റെ ഒരു മൗലികമായ സത്യം എടുത്താൽ നമ്മൾ വലിയതിന്റെ ആള് തന്നെയാണ്, നമ്മൾ ആക്കുകയല്ല. അതൊക്കെ എന്താ വർത്താനങ്ങൾ? തൻവീന് തഫ്ഹീമാണ്, തഅലീം വാനലോകത്തെ ഘട്ടങ്ങൾ നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും സ്വാഭാവികമായി, ഇതൊക്കെ മാപ്പിളാരല്ലല്ലോ എന്നുള്ളത്. അത് വളരെ റെലവൻ്റായ ഒരു ആലോചനയാണ്. നിങ്ങൾ ക്രിസ്ത്യൻസും അതേപോലെ യഹൂദരും അതേപോലെ അവിടെയൊക്കെ അവർ മതം കൊണ്ടുവരികയും ചെയ്യും. അവരെ നമ്മൾ വിചാരണ ചെയ്താൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവരൊരു ഭാഗത്ത് നമ്മളിവിടെ പറയും മുസ്ലിങ്ങൾ ശാസ്ത്രത്തിലൊരു പുരോഗതി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പം നമ്മളിനി ഗോൾഡൻ ഏജിലുള്ള ഒരു 100 സയൻറ്റിസ്റ്റിൻ്റെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയും ശാസ്ത്രത്തിലെങ്കിലും നിങ്ങൾക്ക് മതം പറയുന്നതൊന്നും ഒഴിവാക്കരുതോ എന്ന് പറയും. അവരെ നന്നാക്കൽ നമ്മളെ കൊണ്ട് നടക്കില്ല. ഇവർ തന്നെ നമ്മൾ ഖുർആനിൽ നിങ്ങൾ ബഹിരാകാശം മുഴുവനും കാലുകൊണ്ട് ചവിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനത് കോയമാര് ചവിട്ടുന്നില്ലല്ലോ, അത് അച്ചായന്മാരല്ലേ ചവിട്ടുന്നത്, അങ്ങനെയും പറയും. അങ്ങനെ പല പ്രശ്നങ്ങളും അവർക്കുണ്ട്. അതായത് തവളച്ചാട്ടമാണ് നാസ്തികത അല്ല യുക്തി വിചാരം. ഒരു സ്റ്റെപ്പിൽ ഒരു കളത്തിൽ അവർ നിൽക്കില്ല. ഈ കളത്തിൽ നിൽക്കും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അക്കളത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തുമ്പിയെ പിടിക്കുന്ന പണിക്ക് നമ്മൾ പോയാലും ഇവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന പണിക്ക് പോകണ്ട. പിന്നെ നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളതാണ്. അത് ഫലത്തിൽ എത്തിക്കലും എത്തിക്കാതിരിക്കലും അള്ളാഹുവിൻ്റെ മേലാണ്. അല്ലാഹ് അത്രേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയല്ല. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയത് വേറെന്തോ പറഞ്ഞപ്പോഴാണല്ലോ, എന്തോ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ വലിയ പ്രപഞ്ചത്തിൻ്റെ ആളാണ്, ഓക്കെ, സമ്മതിച്ചു. മനുഷ്യനെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഞാൻ പറയുന്നത് മുതലായിരിക്കും നമ്മുടെ നാട്ടിലുള്ള പ്രധാന വിഷയം. ഇതൊക്കെ ഒരു 6-ാം നൂറ്റാണ്ടിലുള്ള ഏർപ്പാടല്ലേ? ഇതിപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് 7-ാം നൂറ്റാണ്ടിലാണ് നുബുവത്തുമായി വന്നത്, 630-ലാണ്. ഈ 6-ാം നൂറ്റാണ്ടിനൊക്കെ ഉള്ളത് അവർ സാധാരണഗതിയിലൊന്നും അപ്ഡേഷൻ വരുത്തുന്നവരോ അതിൻ്റെ അക്വറസി നോക്കുന്നവരോ ഒന്നുമല്ല. ഏതോ ഒരു കാലത്ത് ഏതോ ഒരു വിഡ്ഢി പറഞ്ഞതാണ് 6-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമാണിത് എന്ന്. അതങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ ഖുർആൻ ഇറങ്ങിയിട്ടില്ലല്ലോ. 610 ജൂലൈ 19 അല്ലെങ്കിൽ 22 അക്വറേറ്റ് കണക്കുണ്ടല്ലോ. പക്ഷേ നോക്കൂ, അതങ്ങനെ 7-ാം നൂറ്റാണ്ട്. ഇനി 7-ാം നൂറ്റാണ്ടിലുള്ള ഒരു സാധനം എന്ന് പറയുമ്പോഴും നമ്മൾ കുറേ കാര്യം ആലോചിക്കണം കേട്ടോ. നമ്മളിത് ഈ വിഷയത്തിൻ്റെ ഒരു ധാരണ വരുത്തുന്നവരാണല്ലോ. ഇസ്ലാമിൻ്റെ അഖീദ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതല്ല. ആദിമ മനുഷ്യൻ മുതലുള്ള സിദ്ധാന്തമാണ് ഇസ്ലാം. ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ പ്രവാചകനാണ്. അന്ത്യപ്രവാചകൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആദ്യ പ്രവാചകന്മാർ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയി. അവിടെയും പിന്നെ മതവിമർശകർ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തവളച്ചാട്ടം നടത്തും. അവിടെയും നമ്മുടെ അനുഭവങ്ങളാണ്. ഇപ്പോൾ ഖുർആനിൽ വലിയ അത്ഭുതങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ അവർ എക്സാമ്പിൾ നിങ്ങൾ അതൊരു പക്ഷെ കേൾക്കും. അവർ പറയും അത് നിങ്ങൾ ഇഞ്ചീലിൽ നിന്നും ബൈബിളിൽ നിന്നും തോറയിൽ നിന്നും കോപ്പി അടിച്ചതല്ലേ, നിങ്ങൾക്ക് സ്വന്തമായി എന്തുണ്ട്? നദർ ബിൻ ഹാരിസ് എന്ന പേർഷ്യൻ വ്യാപാരിയിൽ നിന്ന് കേട്ട കഥകളല്ലേ, വറഖത്ത് ബിൻ നൗഫലിൽ നിന്ന് മനസ്സിലാക്കിയ സംഭവങ്ങളല്ലേ, ബഹീറയുടെ പ്രവചനം തൻ്റേതാക്കിയതല്ലേ എന്നൊക്കെ പറയും. അവരുടെ തന്നെ ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഈച്ച കോപ്പി എന്ന് പറയും. ഇനി വലിയ പെരുന്നാളായി എന്ന് കൂട്ടിക്കുക. വലിയ പെരുന്നാളായാൽ ഇവർ തന്നെ വരും. എന്നിട്ട് ഖുർആൻ്റെ ആയത്തോതും. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൂട്ടി അറക്കാൻ പോയ ആ ആയത്തോതിയിട്ട് ചോദിക്കും, സ്വന്തം മകനെ അറുക്കുന്ന ഇബ്രാഹിമിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താ? ആ സംഭവം ബൈബിളിലുണ്ട്, ആ സംഭവം തോറയിലുണ്ട്, ആ സംഭവം സെമിറ്റിക് വേദങ്ങളിലുണ്ട്, ആ സംഭവം ബറാഹിമ ഹിന്ദു മിത്തിലുണ്ട്. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഖുർആൻ എന്ന് കിട്ടുമ്പോൾ അത് കോപ്പി അടിച്ച ബൈബിളിൻ്റെതല്ല, അത് തോറയുടേതല്ല, അത് നദർ ബിൻ ഹാരിസിൻ്റെതല്ല, അത് മുഹമ്മദിൻ്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പുരസ്കാരം കിട്ടുന്ന ഭാഗം വരുമ്പോഴോ അത് അവിടെ നീച്ച കോപ്പി അടിച്ചതാണ്, അത് ബൈബിളിൻ്റെതാണ്, അത് തോറയുടേതാണ്. ഇത് നൂറുകണക്കിനുള്ളത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അവരുടെ ഒരു ലൈൻ അതാണ്.
7-ാം നൂറ്റാണ്ട് വന്നു. അവിടെ നമ്മളും നമ്മുടെ ഉസൂൽ എന്താ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആധുനികതയുടെ ഒരു സൃഷ്ടിയാണ് ആധുനിക മനുഷ്യൻ, പ്രാചീന മനുഷ്യൻ, മധ്യകാല മനുഷ്യൻ. അങ്ങനെ മനുഷ്യൻ്റെ ചരിത്രഘട്ടങ്ങളെ 4-5 കഷ്ണിച്ച് മനസ്സിലാക്കപ്പെടുന്നത് പോലെ നമ്മളും മനസ്സിലാക്കി വെച്ചു. പ്രാചീന മനുഷ്യർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, മധ്യകാല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ വിശ്വാസം ഇസ്ലാമിനില്ല. ഇസ്ലാമിന് ഒരു മനുഷ്യനേ ഉള്ളൂ, ഒരു മാനവികനേ ഉള്ളൂ. മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദനകൾ, അടിസ്ഥാനപരമായ അവൻ്റെ സിദ്ധി, അടിസ്ഥാനപരമായ അവൻ്റെ നേട്ടം, അവനെ അവനാക്കി തീർക്കുന്ന, അവനെ വ്യവച്ഛേദിക്കുന്ന അവൻ്റെ അസ്തിത്വം, സ്വത്വം, അതിന് ഒരു തരിമ്പ് മാറ്റം ഒരിക്കലും സാധ്യമല്ല. ഉപകരണങ്ങളെ മാറുന്നുള്ളൂ, ഉപായങ്ങളെ മാറുന്നുള്ളൂ, ഉടയാടുകളെ മാറുന്നുള്ളൂ, വാഹനങ്ങളെ മാറുന്നുള്ളൂ, ചിഹ്നങ്ങളെ മാറുന്നുള്ളൂ, അടയാളങ്ങളെ മാറുന്നുള്ളൂ. മനുഷ്യൻ മാറുന്നില്ല, മനുഷ്യൻ മാറുന്നേയില്ല. കാബീൽ ഹാബീലിനെ കൊന്നു. എന്താ കാരണം? സ്ത്രീ സംബന്ധമായ വിഷയം. കനകം മൂലം, കാമിനി മൂലം, പാലിൽ കലഹം സുലഭം. ഉറൂബ് കുട്ടിക്കൃഷ്ണൻ പിള്ള. 30,000 കൊല്ലത്തിന്റെ ഗ്യാപ്പിൽ എന്തേ മനുഷ്യന് മാറ്റമുണ്ടായി? ഇന്നും യുദ്ധം പെണ്ണിന് വേണ്ടി, മണ്ണിന് വേണ്ടി. അന്നും യുദ്ധം പെണ്ണിന് വേണ്ടി, മണ്ണിന് വേണ്ടി. ഇന്ന് നമ്മളുടെ മുമ്പിൽ ഒരു സങ്കടത്തോടെ ഒരു സീൻ, നമ്മളെ കരയിപ്പിക്കുന്ന ഒരു പാട്ട്, കരയിപ്പിക്കുന്ന ഒരു കഥ, കരയിപ്പിക്കുന്ന ഒരു വാത്, കരയിപ്പിക്കുന്ന ഒരു സിനിമ, കരയിപ്പിക്കുന്ന ഒരു നാടകം, കരയിപ്പിക്കുന്ന ഒരു കഥയുടെ ഏതെങ്കിലും ഒരു വേഷൻ നമ്മുടെ മുമ്പിലിട്ടു, നമ്മൾ വിതുമ്പും. അതേ കാര്യം 30,000 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ്റെ മുമ്പിൽ പ്ലേ ചെയ്യിപ്പിച്ചാൽ അവനും കരയുമായിരുന്നു. അവനെ കരയിപ്പിച്ചതേ നമ്മളെയും കരയിപ്പിക്കുന്നുള്ളൂ. സ്വർഗം നഷ്ടമായി. ആദം അലൈഹിസ്സലാം 200 കൊല്ലം കരഞ്ഞു എന്ന് കാണാം. ഈ സവിയത്ത് എന്നും കാണുന്നുണ്ട്. നമ്മുടെ അതിൻ്റെ കൊല്ലമൊന്നും അത്ര നമുക്കതിൻ്റെ ഫിലോസഫിയാണ് ഇവിടെ ആവശ്യം. അപ്പോൾ അനുഭവിച്ച അനുഗ്രഹം നീങ്ങിപ്പോയപ്പോൾ മനുഷ്യന് ദുഃഖം അന്നും ഇന്നും എന്നല്ല. മനുഷ്യന് മൗലികമായി 12 ആവശ്യങ്ങളാണ് ഉണ്ടെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. മനുഷ്യൻ്റെ ഏറ്റവും പ്രൈം നീഡ്, ദ ഫണ്ടമെൻ്റൽ നീഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെതേതാ? 1-ാമത്തെ ആവശ്യം. അത് നമ്മളുമായി ഏറ്റവും വളരെ അടുപ്പമുള്ളൊരാവശ്യമാണ്. മനുഷ്യൻ്റെ മാറ്റിവെക്കാൻ പറ്റായ്മയുടെ തീവ്രത അനുസരിച്ച് കൊണ്ട് ക്രമം തിരിച്ചാൽ മനുഷ്യൻ്റെ 1-ാമത്തെ ആവശ്യം ഉറക്കാണ് എണ്ണിയത്. ഉറക്ക് വന്നാൽ നീട്ടിവെക്കാൻ പറ്റൂല. 2-ാമത്തെ ആവശ്യം, ഇത് നമ്മുടെ കണക്കല്ല, ഇത് ലോകം അംഗീകരിച്ച കണക്കാണ്. 2-ാമത്തെ ആവശ്യം കുടിച്ച വെള്ളം മൂത്രമൊഴിക്കൽ. 3 വെള്ളം കുടിക്കൽ. നമുക്ക് ബസ്സിൽ നിന്ന്, ട്രെയിനിൽ നിന്ന് ഒക്കെ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ അതിനിടയിൽ പിന്നൊന്നും നടക്കൂല. മൂത്രമൊഴിച്ചേ പറ്റൂ, അവിടെ പിടിച്ചേക്കാനാവില്ല. പക്ഷേ ദാഹിച്ചാൽ വെള്ളം കുടിക്കാൻ ഓരോരുത്തരുടെ സഹനക്ഷമത പോലെ, ശാരീരിക പ്രതിരോധ ശക്തി പോലെ 14 ദിവസം പറ്റും, 10 ദിവസം പറ്റും, 3 ദിവസം പറ്റും, 2 മാസമൊക്കെ വരെ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ 1 ഉറക്ക്, 2 അകത്താക്കിയ വെള്ളം പുറത്താക്കൽ, 3 വെള്ളം അകത്തേക്കാക്കൽ, 4-ാമത്തേത് അകത്തേക്കാക്കിയ ഭക്ഷണം പുറത്തേക്കാക്കൽ, കാഷ്ടിക്കൽ, 5-ാമത്തേത് അകത്തേക്ക് ഭക്ഷണം കഴിക്കൽ. പിന്നെ ഭക്ഷണം 5-ാമത്തേതായത് ഒരാൾ റൂമിൻ്റെ അകത്താക്കിയിട്ട് ഒരു കുപ്പി അല്ലെ ഒരു വലിയ പെട്ടി വെള്ളം കൊടുത്തിട്ട് ഇവിടെ പാർത്തോന്ന് പറഞ്ഞാൽ ആളവിടെ താമസിക്കും. അതേസമയം ഒരാൾ റൂമിൻ്റെ അകത്താക്കിയ ഒരു വലിയ 2 പെട്ടി ബ്രെഡ് കൊടുത്തിട്ട് അവിടെ നിന്നോന്ന് പറഞ്ഞാൽ ഓനും ബ്രെഡ് ഒന്നിച്ച് മരിക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഭക്ഷണം 5-ാമത്തേതാണ്. വെറുതെ ഒരു പറഞ്ഞു പോകല്ല, ഇത് അതിൻ്റെ ക്രമമാണ്. 1 ഉറക്ക്, 2 മൂത്രമൊഴിക്കൽ, 3 വെള്ളം കുടിക്കൽ, 4 കാഷ്ടിക്കൽ, 5 ഭക്ഷണം കഴിക്കൽ. 6-ാമത്തെ ആവശ്യം മേജർ ആൻഡ് മൈനർ, വസ്ത്രം, മിഡിൽ സെക്സ്. വൃദ്ധന്മാർക്കും കുട്ടികൾക്കും വസ്ത്രം ധരിക്കൽ, മധ്യപ്രായമുള്ളവർക്ക് ലൈംഗികത. അപ്പോൾ 6ഉം 7ഉം അങ്ങോട്ടും ഇങ്ങോട്ടുമായി. മധ്യപ്രായത്തിലുള്ളവർക്ക് വസ്ത്രമില്ലാതെ എത്രയും ജീവിക്കാം. അതിനേക്കാളും ആവശ്യം നാച്ചുറലി 4 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ലൈംഗിക വിചാരം നാച്ചുറലി വരുന്നുള്ളതാണ്. അതവൻ സാക്ഷാത്കരിക്കുന്നതും കരിക്കാത്തതും അവൻ്റെ നിയന്ത്രണം പോലെ, അവൻ്റെ അതിനുള്ള സാധ്യതകളുടെ ലഭ്യത പോലെ. പക്ഷെ അവന് നാച്ചുറലി തോന്നും. 4 ദിവസമാണ് പറഞ്ഞത്. പിന്നെ അത് ഡെയിലി അതുമാത്രമേ ചിന്തിക്കൂ എന്ന് പറഞ്ഞ ഫ്രോയിഡ് മുതൽ ആ ചിന്ത വരുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ 4 ദിവസമാണ് നോർമൽ. പക്ഷേ ഈ 4 ദിവസം ലൈംഗികത, 4 ദിവസം ചിന്തിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനിക്ക് അതിലേറെ കൊല്ലങ്ങൾ ദേഹത്തൊരു നൂല് പോലും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ 6ഉം 7ഉം ഏതായാലും അങ്ങനെ പോയി. 8-ാമത്തേത് പാർപ്പിടം. ഞാൻ ചുരുക്കുന്നു. 9-ാമത്തേത് വിനോദം. വിനോദം 4 വിധം: കല, കായികം, സംഗീതം, ലഹരി.
ആദ്യത്തെ 3 വിശദീകരിക്കേണ്ടതില്ല. ലഹരി എന്ന് പറയുമ്പോൾ എല്ലാതരം ലഹരികളും, അധികാരം ലഹരിയാണ്, ലഹരി നാർക്കോട്ടിസം ലഹരിയാണ്. ഓരോരുത്തരെയും എന്താണോ ഓരോരുത്തരുടെയും വീക്ക്നെസ്, അതാണ് ആ മനുഷ്യൻ്റെ ലഹരി. ചിലർക്ക് കട്ടൻ ചായ ഒരു ലഹരിയായിരിക്കും, ചിലർക്ക് ദിനേശ് ബീഡി ലഹരിയായിരിക്കും, ചിലർക്ക് അണുബോംബ് ലഹരിയായിരിക്കും. എന്താണോ ലഹരി അത് അവൻ്റെത്. ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ നീഡ്സിൻ്റെ അപ്പുറത്ത് മനുഷ്യനൊരു ആവശ്യം ഒരു നാഗരിക ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, നിലവിലുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇത് ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഇതാണ് ആവശ്യം. ഇത് കഴിഞ്ഞിട്ട് പറയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെ, അതിൻ്റെ കൂടെ അടിയ ഇത് അന്ത്യനാൾ വരെ അതാണ് ആവശ്യം. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ആധുനിക മനുഷ്യനോട് ചേരാത്തതാണല്ലോ നിങ്ങളുടെ മതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ മതത്തിൻ്റെ സിദ്ധാന്തങ്ങളെ അപ്ഡേഷൻ വരുത്തുന്നതിൻ്റെ സാധ്യതകൾ ആരായരുത്. അത് വേറെ വകുപ്പിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ മാറുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ഫണ്ടമെൻ്റൽ ആലോചന. ഇവർ പറയുന്നത് ശരിയാണോ? ഇങ്ങനെ ഒരു 6-ാം നൂറ്റാണ്ടിലേത് വേറെ മനുഷ്യനും 21-ാം നൂറ്റാണ്ടിലേത് വേറെ മനുഷ്യനും BC-യിലുള്ളത് വേറെ മനുഷ്യനും ആയിരുന്നുവെങ്കിൽ എങ്ങനെയാ ഇന്നും പ്ലാറ്റോ സിദ്ധാന്തം നമ്മൾ പഠിക്കുക, അരിസ്റ്റോട്ടലിൻ്റേത് പഠിക്കുക? ഇവിടെയുള്ള നാടൻ യുക്തിവാദികൾ, ഈ മൗലികമായി സൈദ്ധാന്തിക യുക്തിവാദികൾ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോഴും. ഈ വലതുപക്ഷ യുക്തിവാദം പോലെ ഇടതുപക്ഷ യുക്തിവാദമുണ്ട്. ഒന്നുകൂടി ഇസ്ലാമിന് സംവാദാത്മകതയുള്ളത് ഇടതുപക്ഷ യുക്തിവാദികളുമായിട്ടാണ്. അവർ പോലും പറയുന്നൊരു കാര്യമാണ്, ധാർമ്മികതയ്ക്ക് ഏറ്റവും മിനിമം തിരുവള്ളുവരുടെ തിരുക്കുറൾ വായിച്ചാൽ പോരെ എന്നൊക്കെ അവർ തന്നെ പറയുന്നത് കേൾക്കാറുണ്ട്. അദ്ദേഹമൊക്കെ എത്ര നൂറ്റാണ്ടുകൾ മുമ്പുള്ള ആളാണ്. എന്തുകൊണ്ടാണ് ഇന്നും അതിൽ നിന്ന് പലതും നമുക്ക് സ്വീകാര്യോഗ്യമാകുന്നത്? ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് കുറച്ച് മനസ്സിലാക്കാൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തിരുവള്ളുവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഓർമ്മയായതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ദിവസങ്ങൾ കലഹിച്ച് ദിവസങ്ങളുടെ കലഹവും പ്രശ്നവും ഉണ്ടായാലും അത് പരിഹരിക്കാൻ സംതൃപ്തമായ ഒരു ലൈംഗിക ബന്ധം മതി. എത്ര കറക്റ്റാ തിരുവള്ളുവർ പറഞ്ഞത്. അത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പറഞ്ഞത്. ഇന്നും അതെന്തുകൊണ്ട് പ്രാക്ടിക്കലായി തോന്നുന്നു? മനുഷ്യൻ മാറിയിട്ടില്ല, ദൈക്ഷണികമായി മാറിയില്ല, ശാരീരികമായി മാറിയില്ല, സാങ്കേതികമായി മാറിയില്ല, ആവശ്യങ്ങൾ മാറിയില്ല, അതിൻ്റെ ഉപകരണം മാറി. കാളവണ്ടി മാറി, ജെറ്റായി, ഒട്ടകം മാറി, ലോറിയായി. സഞ്ചാരം, സന്തോഷം, സന്ദേശം എല്ലാം ഒന്ന് തന്നെ. അപ്പം എന്നവിടെ കറങ്ങിപ്പറയുകയല്ല. ഇനിയോ ഇതിനെ റിവേഴ്സ് ഗിയറിലേക്ക് കൊണ്ടുപോകാൻ ഈ പറയുന്ന നാഗരികതയുടെ ഈ പകിട്ട്, നാഗരികതയുടെ ഈ പുരോയാനത്തിൽ സ്വയം അഹങ്കരിച്ച് ആധുനിക മനുഷ്യനെ അതിൻ്റെ വേരുകളിൽ നിന്നും അടർത്തി പുനഃപ്രതിഷ്ഠിക്കുന്ന ഈ ആധുനികവാദികൾ, അവരെന്താ ഒരു നിമിഷം ആലോചിക്കുന്നില്ല? 2 ദിവസം നിന്ന് മഴ പെയ്താൽ തീരാവുന്നതേയുള്ളൂ ഈ ആധുനികതയുടെ പകിട്ട് എന്ന്. മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവത്തിലേക്ക് തിരികെ പോകാൻ ഒരു മഴ കുത്തനെ 2 മണിക്കൂർ പെയ്താൽ മതി. ബ്രെഡിന് വേണ്ടി കുയിനൊക്കും. ഇസ്തിരി ഇടാതെ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുക എന്ന് ആലോചിച്ച് ഇന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകൾ ടെൻഷൻ ഇല്ലാതാവും. ഉപ്പ് കുറഞ്ഞതിൻ്റെയും പഞ്ചസാര കൂടിയതിൻ്റെയും കളർ കുറഞ്ഞതിൻ്റെയും കളർ കൂടിയതിൻ്റെയും പേരിൽ പരാതി പറയുന്ന ആളുകൾ 1/2 മണിക്കൂർ കൊണ്ട് മുഴുവൻ സിദ്ധാന്തങ്ങളും മാറ്റും. കാൽനടയായി ആളുകൾ സഞ്ചരിക്കും, പഴയ കാലത്തേക്ക് പോകും. 3-ാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ അഭിപ്രായം? സ്റ്റാർ വാറായിരിക്കും എന്നാണ് ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഭൂമിയിലായിരിക്കില്ല യുദ്ധം, ആകാശത്ത് നിന്നായിരിക്കും പടപടാ പൊട്ടൽ. കാരണം ഒരുവിധം എല്ലാ രാജ്യങ്ങളുടെയും സാധനം ഉള്ളത് സ്പേസിലാണ്. നമ്മുടെ ഒരു ഉത്സവ ചന്തയിൽ പോയതുപോലെ ഉണ്ടാകും സ്പേസിൽ. അമേരിക്കാൻ്റെ പന്തൽ, അമേരിക്കാൻ്റെ ബലൂണ്, അമേരിക്കാൻ്റെ ജിലേബി കച്ചവടം, അമേരിക്കാൻ്റെ പൊരിക്കച്ചവടം, ഇപ്പുറത്ത് ചൈനാൻ്റെ വേറെ ഷോപ്പ്, അപ്പുറത്ത് റഷ്യാൻ്റെ വേറെ ഷോപ്പ്, ഇടയിൽ ഇന്ത്യൻ്റെ ഒരു കുണ്ടിക്കട. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതവിടെ നിന്ന് പോരാട്ടം നടക്കും. അവിടെ നിന്ന് പോരാട്ടം നടന്നാൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും പൊട്ടിയ അണുബോംബിനേക്കാളും വീര്യമുള്ള ഹൈഡ്രജൻ ബോംബ് ഇന്ന് ഇറാൻ്റെ കയ്യിലുണ്ട് എന്നല്ലേ? 3-ാം ലോക രാജ്യങ്ങളുടെ കയ്യിലുണ്ട് അന്ന് പൊട്ടിയ അണുബോംബിനേക്കാൾ വീര്യമുള്ള ബോംബുകൾ. ഇന്ന് ഭൂമിയിൽ നിൽക്കുന്ന സമാധാനം ആയുധം പ്രസവിച്ച സമാധാനമാണ്, ആശയം പ്രസവിച്ച സമാധാനമല്ല. ഇന്ന് ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത്? അമേരിക്കക്ക് റഷ്യനെ പേടി, റഷ്യക്ക് അമേരിക്കനെ പേടി, ചൈനക്ക് ബ്രിട്ടനെ പേടി, ബ്രിട്ടന് ചൈനനെ പേടി. ആയുധങ്ങളെ പേടിക്കുകയാണ്. പരസ്പരം ആയുധങ്ങളെ പേടിക്കുന്നത് കൊണ്ട് ആയുധം പെറ്റ സമാധാനം. ഇനി ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്കൊരു ഭ്രാന്ത് ഇളകിയെന്ന് കൂട്ടെ, നിയന്ത്രണം വിട്ടു ഒരാളെ മനോതലം, എന്തായിരിക്കും ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഒരു കൂട്ടപ്പൊരിക്കലാശായിരിക്കും, കൂട്ടപ്പൊരിക്കലാശ. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ചരിത്രം റിവേഴ്സ് ഗിയറിൽ പോകും. സെക്കൻഡ് സ്റ്റേജ് എന്താ വരെ അറിയോ? മനുഷ്യൻ അടുത്ത സ്റ്റേജിൽ വാൾ കൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അടുത്ത സ്റ്റേജിൽ മൊബൈൽ ടെക്നോളജി ഉണ്ടാവില്ല, കത്തയക്കേണ്ടി വരും. ഹംസവും ദമയന്തിയും ആവർത്തിക്കും.
പക്ഷിയുടെ ചിറകിൽ പ്രണയലേഖനം കൊടുത്തേക്കേണ്ടി വരും. ഈ കാലത്തേക്ക് ലോകം സഞ്ചരിക്കാൻ ഇന്ന് ലോകം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസിഡന്റിന് തൽക്കാലത്തേക്ക് ഭ്രാന്തളകിയാൽ മതി, അധികമൊന്നും വേണ്ട. 2 ദിവസം നീണ്ടു നിൽക്കണ്ട ആ ഭ്രാന്ത്, 2 മണിക്കൂർ ഭ്രാന്തളയാൽ മതി. ഇന്നത്തെ ലോക വൻശക്തികളുടെ പ്രസിഡന്റിന് 2 മണിക്കൂർ ഭ്രാന്തളകിയാൽ ലോകത്തെ എല്ലാ ടെക്നോളജിയും കൂട്ടക്കരിപരിയായി തീരും. ഈ ഒരു വൾണറബിൾ കണ്ടീഷന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് എന്താണ് താൻ ജീവിക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ആധുനിക മനുഷ്യന്റെ ഗിർവാണം ഈ വിഡ്ഢികൾ മുടക്കുന്നത്. അങ്ങനെ മനുഷ്യനെ അള്ളാഹു മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ 1400 കൊല്ലം മുമ്പ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി പറഞ്ഞയക്കില്ലായിരുന്നു. അത് കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് വിടൂ. കാരണം റസൂലുള്ള ജീവിച്ച കാലത്തേക്കാളൊന്നും മനുഷ്യന് മാറ്റം ഉണ്ടാവില്ല. ഞാൻ അവിടെ തന്നെ കറങ്ങി പറയുകയല്ല. അപ്പോൾ ആധുനിക ലോകത്തോട് ഫിറ്റല്ല ഇസ്ലാം എന്ന് പറയുമ്പോൾ ഫിറ്റാണോ ഫിറ്റല്ലേ എന്നുള്ള ബലാബലത്തിലേക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഒരായത്തെടുക്കുന്നു, ഒരു ഹദീസ് എടുക്കുന്നു, നമ്മൾ അങ്ങനെയാണ് ചെയ്യൽ. എനിക്ക് തോന്നുന്നു ഉസൂലുകളിലേക്കാണ് നമ്മൾ പോവേണ്ടതെന്നാണ്. എന്നിട്ട് ഖുർആനിൽ ഇങ്ങനെ ആയത്തൊക്കെ ഉണ്ട്, ഇതല്ലേ എന്ന് പറയുന്നത്, ഇങ്ങനെ ഹദീസ് ഉണ്ട്, ഇതല്ലേ എന്ന് പറയുന്നത്, അത് 2ാം ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല. 1ാം ഘട്ടത്തിൽ അവരുടെ ആർഗ്യുമെന്റ് ശരിയാണോ അല്ലേ, അതല്ലേ പ്രധാനം. അങ്ങനെ മനുഷ്യൻ മാറുന്നുണ്ടോ ഇല്ലേ. ഇനി അവിടെ നോക്കൂ, അവിടെ തന്നെ ഒരു അത്ഭുതം. സമയം ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വളരെ പ്രബുദ്ധമായ ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അങ്ങനെയല്ല, ഇത് ചർച്ചയാക്കി മാറ്റണം. എൻ്റെ ചെറിയൊരു നിരീക്ഷണത്തിന് എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരു സംഗതി ഇതിൻ്റെ കൂടെ പറയാം. ഈ നിരീശ്വരവാദികൾ ഇവിടെ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാതിരുന്ന, ചരിത്രത്തിലും ഇല്ല, ഇന്നും ഇല്ല, ഇനി നാളെ ഉണ്ടാകുന്ന അവർക്കിട്ട് അഭിപ്രായമില്ല, അങ്ങനെയുള്ള ഒരു അറേബ്യയിലേക്കാണല്ലോ ഈ അന്ത്യപ്രവാചകനെയും ഖുർആനെയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ന് ചില എക്സ് മുസ്ലിംസ് വളരെ അതിനെപ്പറ്റി വളരെ ഒരു വകുപ്പില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്തുകൊണ്ട് റഷ്യയിൽ, എന്തുകൊണ്ട് ന്യൂയോർക്കിൽ വന്നില്ല, ചൈനയിൽ വന്നില്ല, ടോക്കിയോയിൽ വന്നില്ല, ലോകത്തെ വലിയ രാജ്യങ്ങളെ തലസ്ഥാനങ്ങളുടെ സിറ്റികളുടെ പേരൊക്കെ പറയും. നമ്മൾ അങ്ങനെ അധികം ഇലാബറേറ്റ് ആയിട്ട് പറയണ്ട. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1400 കൊല്ലം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു നാഗരികത എന്ന് അതേ ഭാവത്തിലും ഭാഷയിലും ബാക്കിയുണ്ടെങ്കിൽ അത് മക്കൻ മദീനിയൻ അറബ് നാഗരികത മാത്രമല്ലേ. അന്ത്യനാളോളം നിൽക്കേണ്ട ഒരു ഗ്രന്ഥത്തെ ഏത് പ്രദേശത്താണോ അള്ളാഹു ഇറക്കിയത് അതിനെ മാത്രം ബാക്കി വെക്കുന്നു, അല്ലെ ബാക്കി വെക്കാൻ അള്ളാഹു തീരുമാനിച്ചിടത്തേക്ക് തന്നെ പ്രവാചകനെ പറഞ്ഞേക്കുന്നു. ഇത് ഒരു ഡിസൈനർ ആകുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരാൾ നടത്തുമ്പോഴേ ആ ഒരു സമീകൃതാവസ്ഥ സംഭവ്യമാവുകയുള്ളൂ. 1400 കൊല്ലം മുമ്പ് നമ്മൾ ഈ നിൽക്കുന്ന ഈ മണ്ണ് മനുഷ്യരുള്ള മണ്ണ് തന്നെയാണ്. അന്ന് നമ്മുടെ നാടിൻ്റെ, മലബാറിൻ്റെതാണ്, എനിക്ക് തെക്കൻ കേരളം ഞാൻ നോക്കിയിട്ടില്ല, അന്ന് അവിടെ ഭരിച്ചിരുന്നത് ചാളക്യ ഡൈനാസ്റ്റിയിലെ പുലകേശൻ രണ്ടാമനാണ്. ചാളക്യ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് എന്നുള്ളതിന് ചരിത്രത്തിൻ്റെ പുസ്തകത്തിലല്ലേ ഉള്ളൂ. ആർക്കാണ് അറിയുന്നത്? പുലകേശൻ രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ, ഞങ്ങൾക്കെന്താ ചരിത്രത്തിലുണ്ടോ അത്? അന്ന് അവിഭക്ത ഇന്ത്യ, ഗുപ്ത മൗര്യ ഡൈനാസ്റ്റിയുടെ അധികാര കൈമാറ്റത്തിൻ്റെ കാലമാണ്. ഗുപ്ത സാമ്രാജ്യം എന്നുണ്ടോ, മൗര്യ സാമ്രാജ്യം എന്നുണ്ടോ? 1400 കൊല്ലം മുമ്പ് അമേരിക്കയുടെ ജനങ്ങളും ഉണ്ട്. അന്നും അമേരിക്ക സൂപ്പർ പവറാ, പേരൊന്നുമില്ല. അമേരിക്കാൻ്റെ പേര് പിന്നെ അമേരിക്ക വെസ്പൂസിയിൽ നിന്ന് പോയതാണ്. ആ പ്രദേശവും നാഗരികതയുണ്ട്, മായൻ സംസ്കാരം, മായന്മാർ. ചിലർക്കാരാണോ മായന്മാർ? സ്വന്തമായ ഭാഷ, സ്വന്തമായ ലിപി, സ്വന്തമായ മതം, സ്വന്തമായ സൈന്യം. പുറമേ നിന്ന് വന്ന ഒന്നിനെയും മായന്മാർ സ്വീകരിച്ചില്ല, സംസ്കാരവും സ്വീകരിച്ചില്ല. ഒരു പുറമേ നിന്നൊരു വ്യക്തി വന്ന ആളെ കൊന്നളിയും, അത് വിദേശിയാണ്. അത്രയും കടുത്ത നാറ്റീവ് സെൻട്രം ഉണ്ടായിരുന്ന മായന്മാർ. ഇന്ന് മായന്മാർ ചരിത്ര പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അവരുപയോഗിച്ച സാധനങ്ങൾ മ്യൂസിയത്തിലേ ഉള്ളൂ. 1400 കൊല്ലം മുമ്പ് ഇന്നത്തെ ദക്ഷിണേഷ്യ രാജ്യങ്ങൾ അത് വിഗ്രഹാരാധനയുടെ പ്രതീക്ഷയായിരുന്നു, അബദ്ധത്തല്ല അവസാനമായിരുന്നു മുഴുവനും. ഇന്നവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദം. ഉൾട്ടയായി മാറി. അന്ന് ദൈവങ്ങൾ കൂടിയ നാട്, ഇന്ന് ദൈവമേ ഇല്ലാത്ത നാടായി. 1400 കൊല്ലം മുമ്പ് യൂറോപ്പിൽ പാഗന്മാരായിരുന്നു. പാഗന്മാർ എന്ന് പറഞ്ഞാൽ മേലോട്ട് നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, ആകാശം വീണാൽ ഭൂമി താങ്ങട്ടെ, അതാണ് പാഗനിസം. ആ ഒരു ഇന്ന് യൂറോപ്പ് എത്ര മുന്നോട്ട് പോയി. പക്ഷെ 1400 കൊല്ലം മുമ്പ് അറേബ്യ എന്താണോ അത് തന്നെയാണ് ഇന്നും അറേബ്യ. 1400 കൊല്ലം മുമ്പ് അറബികൾ എന്തോ മിണ്ടിയത് അത് തന്നെ ഇന്നും മിണ്ടുന്നത്. നമ്മളൊന്ന് സ്വയം പഠിച്ച് നിങ്ങളൊന്ന് വലുതാക്കി നോക്ക്. എൻ്റെ ചെറിയൊരു വായനയിൽ എനിക്കൊരു ക്രോസ് ആർഗ്യുമെൻറ്റും വന്നിട്ടില്ലേ. അതൊരു അവസാന വാക്കൊന്നുമല്ല, ഇതൊരു കേവല വൈജ്ഞാനിക ചർച്ച മാത്രമാണ്. ഇപ്പോൾ 600 കൊല്ലം മുമ്പുള്ള ഷേക്സ്പിയറിൻ്റെ ഡ്രാമ എടുത്ത് നോക്കിയാൽ ഇടത്തെ ഭാഗത്തെ പേജിൽ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് ഉണ്ടാകും, വലത്തെ ഭാഗത്തെ പേജിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അതിനെ ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയതും ഉണ്ടാകും. ഇംഗ്ലീഷിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ, മൗലികമായ ഇംഗ്ലീഷിനെ ആധുനിക ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം. എന്നാലേ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PhD ഉള്ള ഇതിൻ്റെ അധ്യാപകന് മനസ്സിലാവുന്നുള്ളൂ. പഠിച്ചെല്ലാവർക്കും അറിയാലോ. എത്ര 600-700 കൊല്ലം മുമ്പ് വർഷങ്ങൾ കൊണ്ട് ഒരു ഭാഷയുടെ മൗലികത നഷ്ടപ്പെട്ടു പോവുകയാണ്. വേറൊരു ഭാഷയെ പോലെ തോന്നുകയാണ്.
1400 കൊല്ലം മുമ്പ് ഹിജറ പോകുന്ന വേള ഉമയ്യത്ത് ബിൻ ഖലഫിനെ കാണുന്നു ഗുഹയുടെ പുറത്ത്. സിദ്ദീഖ് റളിയല്ലാഹു ബേജാറാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുന്നു. "സാനിയത്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് ഖാല ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ." 2016 എൻ്റെ ഓർമ്മ. ഷാർജ ബുക്ക് ഫെയറിൽ ഒരു പുസ്തകം ഇറങ്ങി, ഒരു സൈക്കോ ഹീലിംഗ് പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂലുള്ളാഹിന്റെ കാലത്തെ മുബത്തദ തന്നെയാണ് ഇന്നും മുബത്തദ. റസൂലുള്ളാഹിന്റെ കാലത്തെ ഖബർ തന്നെയാണ് ഇന്നും ഖബർ. ഫായിൽ ഫായിൽ മഫൂൽ മഫൂൽ മുളാഫ് ഇലൈഹി മുളാഫ് ഇലൈഹി ഒന്നിനും മാറ്റയില്ല. സിദ്ദീഖ് റളിയല്ലാഹു എന്ന് വേണമെങ്കിൽ നഹ്വുൽ വാദി എടുക്കാം. ഹർക്കത്ത് പിന്നെ വന്നേ ഉള്ളൂ. ഭാഷയുടെ മൗലികതക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. ഭാഷയുടെ മൗലികതക്ക് മാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഹദീസ് മനസ്സിലാക്കാൻ പറ്റരുത്, ഖുർആൻ മനസ്സിലാക്കാൻ പറ്റരുത്. ഇനി പ്രദേശം നിങ്ങൾ നോക്ക്. 1400 കൊല്ലം മുമ്പ് മക്കയുടെ പേര് മക്ക തന്നെയാണ്. ഹാദിഹി മദീനത്തി, ഹദീസിലുണ്ടല്ലോ, ഇത് എൻ്റെ നഗരമാണ്. അവിടെ നിന്നാണ് അൽ മദീന. എല്ലാ നഗരവും നഗരമാണ്, പക്ഷേ മദീന അൽ മദീനയാണ്. 1400 കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ത്വാബ ത്വയ്ബ യദ്രിബ് എന്നുള്ള പേര് പ്രവാചകൻ മാറ്റി, പക്ഷേ അൽ മദീനയുണ്ട്. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ ടിക്കറ്റ്, ഒരു ബസ് ടിക്കറ്റ് 1400 കൊല്ലം മുമ്പ് ഉണ്ടെന്ന് ഫർലൻ നമ്മൾ ഇമാജിൻ ചെയ്താൽ അതിൻ്റെ ടിക്കറ്റ് മേലുണ്ടാവുക ഫ്രം മദീന ടു മക്ക തന്നെയാണ്. 2024 ഫ്രം മദീന ടു മക്ക തന്നെയാണ്. ലോകത്ത് വേറൊരു നഗരം എങ്ങനെയുള്ളത്? ഈ ആളുകൾ ടോക്കിയോയിൽ എന്തേ വന്നില്ല, കാൻബറയിൽ എന്തേ വന്നില്ല, ജോഹന്നസ്ബർഗിൽ എന്തേ വന്നില്ല, വാഷിംഗ്ടണിൽ ഇസ്ലാം ഉണ്ടായില്ലല്ലോ, റസൂൽ ലണ്ടനിൽ വന്നില്ലല്ലോ, ബെയ്ജിങ്ങിൽ വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിചാരിക്കും അത് അന്നുണ്ട്, നന്നില്ല, അതിന് ശേഷം വന്നു. പക്ഷെ അന്നും ഇന്നും മക്കയും മദീനയും ഉണ്ട്, നാളെയും ഉണ്ടാകും. നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചാൽ അള്ളാഹുവിൻ്റെ ഈ സംവിധാന പരത നോക്കണം. അപ്പം മനുഷ്യൻ മാറിയില്ല, നാട് മാറിയില്ല, നഗരം മാറിയില്ല, ഒന്നും മാറിയിട്ടില്ല. ഇസ്ലാമിനോട് ഈ കൃത്യത, ഈ അക്വറസി വേറൊരു സിദ്ധാന്തത്തിന് പറയാനും ഉണ്ടാവുകയില്ല. പിന്നെ അവിടെ വരുന്ന സ്വാഭാവികമായ ഈ ഉസൂലിയായ സംഗതികൾ മനസ്സിലാക്കിയാൽ ബാക്കിക്ക് എന്തേ പ്രസക്തിയുള്ളത്? ഞാൻ ശരിക്കുകയാണ്, ബാക്കിക്ക് പ്രസക്തി ഇല്ലല്ലോ. ഇപ്പം ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു സംവാദം, ഞാൻ അതിനെ മെൻഷൻ ചെയ്യുകയല്ല. അപ്പോൾ അതിൽ എന്നോട് പല ആളുകളും ചോദിച്ചു, അദ്ദേഹം കുറേ വിഷയങ്ങളുടെ യുക്തി ഇങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങൾക്കെന്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ പറഞ്ഞാൽ കുട്ടിക്ക് മുണ്ടാട്ടില്ല. പക്ഷെ ബേസിക്കലി ഒരു ഉസൂൽ അതല്ലേ നമ്മൾ പറയുന്നത്. ആ സംഭവത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷേ ഈ വിഷയത്തിൻ്റെ യുക്തി, ആ വിഷയത്തിൻ്റെ യുക്തി, മറ്റേ വിഷയത്തിൻ്റെ യുക്തി, നമ്മളെന്താ അവിടെ മനസ്സിലാക്കുന്നത്? രണ്ട് കാര്യം. ഒന്ന്, യുക്തി എന്ന് പറയുന്നതും അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. നമ്മൾ ചെറുപ്പക്കാരികളോട് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവരോട് പറയേണ്ട ഒരു ഭാഷയാണ് ഞാൻ ഈ പറയുന്നത്. ഏതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി നമുക്ക് കിട്ടിയോ അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിരിച്ചു കൊടുക്കാനും ചിലപ്പോൾ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആരോഗ്യം അള്ളാഹുവിൻ്റെ നിയമത്താണ്. ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കണം ചില സന്ദർഭങ്ങളിൽ. അതാണ് നിസ്കാരവും ഹജ്ജും. ആരോഗ്യത്തിൻ്റെ സക്കാത്ത് എന്ന് ഒരു ആലങ്കാരികമായി പറയാം. സമ്പത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ചില സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിരിച്ചു വിടണം. സക്കാത്ത്, സദക്ക, ഹിബത്ത്, വസിയ്യ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കണം. എങ്കിൽ അതിനേക്കാളും വലുതാണ് മനുഷ്യൻ്റെ മാനസികമായ ആരോഗ്യം. ഇപ്പം ചില മനസ്സിൻ്റെ ഹൃദയ വായ്പകൾ ഫീ സബീലില്ലാകണം. അതാണ് ഹുബ്ബ്, അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത്. കാരണം നിങ്ങൾക്ക് മാനസികാരോഗ്യമുണ്ട്, നിങ്ങൾ പരായിരം പേരോട് കൂറ് പ്രഖ്യാപിക്കുന്നുണ്ട്, പരായിരം പേരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നിശ്ചിത വിഹിതം ഇങ്ങോട്ട് താ. അല്ലെങ്കിൽ അള്ളാഹു മനസ്സേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നീയത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെ എൻ്റെ അടുത്ത് വെക്കൂ എന്നാണ് പറയുന്നത്. നീയത്ത് വെക്കുക. നമ്മൾ എവിടെ വെക്കണം? കാശ് കീശയിൽ വെക്കണം, കാറ് പോർച്ചിൽ വെക്കണം, സൈക്കിള് മുറ്റത്ത് വെക്കണം. ദെൻ ഞാൻ എൻ്റെ മനസ്സ് എവിടെ വെക്കണം? ഇൻദല്ലാ. അതിൻ്റെ അറബിയാണ് നീയത്ത് വെക്കൽ. അള്ളാഹ് മനസ്സേ ചോദിച്ചുള്ളൂ. മനസ്സ് ചിലപ്പോൾ അള്ളാഹ്ക്ക് കൊടുക്കണം. അതിനാണ് ദീൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് മനസ്സിൻ്റെ ആരോഗ്യം ആര് തന്നതാ? ഇസ്ലാമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു സിദ്ധാന്തത്തെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ തത്വസംഹിതകളെയും ഒന്നിച്ച് വിശകലന വിധേയമാക്കണം. ചെറി പിക്കിങ് ശരിയല്ല. ഇസ്ലാമിൻ്റെ ത്വലാഖിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഇസ്ലാമിൻ്റെ ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഇസ്ലാമിൻ്റെ ത്വലാഖ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോയി വിവാഹ ജീവിതം എന്ന വിപുലമായ ഫ്രെയിമിൽ വെച്ച് വേണം ത്വലാഖിൻ്റെ വിഷയം സംസാരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ അത് എവിടെ നിന്നാണോ ആ വിഷയം ആരംഭിക്കുന്നത് അവിടെ നിന്ന് മുതലേ പറയണം. അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും അവനെ വണങ്ങുന്ന ഒരു തത്വസംഹിതയുടെ അകത്ത് വെച്ച് ചില വിഷയങ്ങൾ അവങ്കിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തം. എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് തരുന്ന ചില വികാരങ്ങൾ, ലോല വികാരങ്ങൾ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കണം. ഇസ്ലാമിൻ്റെ ലോജിക്കാണ്. ഇപ്പോൾ വലിയ പെരുന്നാളിന് പോത്തിനെ അറക്കുകയാണ്, കുരുവിനെ അറക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു വികാരമുണ്ട്, പാവം, എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങളതിൻ്റെ ആ ദൃശ്യം ആലോചിച്ചൊക്കെ തിന്നുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട. നമ്മൾ കഴുത്തിൽ 3 വട്ടം ഇങ്ങനെ ഒഴിഞ്ഞ് മൂർച്ചയുള്ള കത്തി, നമുക്ക് പാട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു, ഇവിടെ വീണവായന, അവിടെ പ്രാണവേദന. ഇതല്ലേ ഒരു നാസ്തിക നെറേറ്റീവിൽ? അതിനേക്കാൾ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ അവിടെയുള്ള
യുക്തിബോധമാണ്. നിങ്ങളൊരു ദിവസം ഞങ്ങൾ 6 അറക്കുമ്പോൾ 6000 അറക്കുന്നില്ലേ, 6 ലക്ഷത്തിന് അറക്കുന്നില്ലേ, പാക്ക് ചെയ്യുന്നില്ലേ, ഇമ്പോർട്ട് ചെയ്യുന്നില്ലേ, എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ, നമ്മൾ അർത്താലും അർത്തില്ലെങ്കിലും മരിക്കുന്നില്ലേ, വെടിവെച്ച് ചാവുന്നില്ലേ, ഇതൊക്കെ അതിൻ്റെ ശരികളാണ്. ഒന്നും ഫാക്ച്വലി എററല്ല, എൻ്റെ വിഷയം അതല്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്താ? അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അറക്കുന്നതിൻ്റെ രക്തമോ മാംസമോ അല്ല നമ്മുടെ അരികെ വരുന്നത്, മനോഭാവമാണ്. എന്താണ് ഈ മനോഭാവം? മനോഭാവം എന്താ അറിയോ? ഉക്രൈനിൻ്റെ മേൽ ബോംബിടുമ്പോൾ വ്ളാഡിമിർ പുടിനൊരു സാധനമില്ല, അതുകൊണ്ടാണ് പുടിന് ബോംബിടാൻ പറ്റുന്നത്, കൃപ. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മീതെ ബോംബിടുമ്പോൾ നെതന്യാഹുവിൻ്റെ മനസ്സിലൊരു സാധനം തോന്നുന്നില്ല, അലിവ്, ദയ. ഒരു ഭാഗത്തെ അടുക്കളയിലൂടെ ഇസ്രായേലിന് ആയുധം കൊടുക്കുകയും അരങ്ങത്തൂടെ വന്നിട്ട് സീസ് ഫയർ എന്ന് പറയുകയും ചെയ്യുന്ന ബൈഡൻ ഒരു സാധനം അള്ളാഹു കൊടുക്കുന്നില്ല, സത്യസന്ധത. അപ്പൊ ഈ പോത്തിനെ അറക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സാധനം അള്ളാഹു തരുന്നുണ്ട്, കൃപയും അലിവും ദയയും, കഥാർസിസ് എഫക്ഷനിൽ പുറത്തു പോവേണ്ട ലോലവികാരങ്ങൾ. അപ്പൊ നമ്മൾ ഈ അറക്കുന്നത് ഏതിനെയാണെന്നറിയോ? ഈ കൃപയും, ഒരു പരിധിക്കപ്പുറം നിങ്ങൾ ആലോചിക്ക്, ഈ കൃപയും ഈ ദയയും ഈ അലിവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുണ്ടായതല്ല, അള്ളാഹു തരുന്നതാണ്. അള്ളാഹു തന്നതിനെ നിന്റെ മാർഗത്തിൽ തന്നെ തരുന്നു നാഥ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ പോത്തിനോട് ദയാണ്, പക്ഷേ ആ ദയ നീ തരുന്നതല്ലേ നാഥ, നിനക്ക് തന്നിരിക്കുന്നു. അതാണ് അള്ളാഹ് സൂക്ഷ്മമായി പറഞ്ഞത്. എനിക്ക് ചോര വേണ്ട, ചോര വേണ്ടത് പിശാചിനാണ്. ബ്ലഡ് ഷെഡിങ് പിശാചിന്റെ മതമാണ്. ബ്ലഡ് ഷെഡിങ് എൻ്റെ സിദ്ധാന്തമല്ല. എനിക്കെന്തിന് ചോര? മാംസം അത് മനുഷ്യന് പ്രിയപ്പെട്ടതാണ്, അവനല്ലേ മാംസത്തിൻ്റെ ആൾ. എനിക്ക് മാംസനിബദ്ധമായ രാഗമല്ല ഇലാഹികമായ മതം. എനിക്ക് വേണ്ടത് നിന്റെ മനോഭാവം. അവിടെ നിനക്ക് ഞാൻ തന്നതേ ഇങ്ങോട്ട് താ. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു തലമാണ്. അത് ഇസ്ലാമിൻ്റെ അകത്ത് വന്നവന്, ഒരു പരിധി കഴിഞ്ഞവൾക്ക് ഉൾക്കൊള്ളുന്ന ഒരു തലമാണ്. അതുപോലെ തന്നെയല്ലേ യുക്തി വിചാരവും. സൂക്ഷ്മമായ ഒരു വചനമാണ്. അള്ളാഹുവിനെ നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും വസദ്ദഖ ബിൽ ഹുസ്ന പരലോകത്തെ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് ഫസനുയസ്സിറുഹു ഈ പ്രയാസകരമായ മതത്തെ നാം ഭവിപ്പിച്ചു കൊടുക്കും ലിൽ യുസ്ര എളുപ്പത്തിലേക്ക്. ഇപ്പൊ ഈ കാലത്ത് ഈ മതമൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇതൊക്കെ അല്ലേ വിഷയം. പക്ഷേ അവിടെ 3 കണ്ടീഷൻ അള്ളാഹു പറഞ്ഞു. എന്താ അതിന്റെ സൂക്ഷ്മമായ അർത്ഥം? ഇത് എൻ്റെ വക പറയുകയല്ല, സഫദു തഫാസീർ. എന്താ പറയുന്നത്? ദാനം കൊടുക്കുവാന്ന് മാത്രമല്ല, സക്കാത്ത് കൊടുക്കുവാന്ന് മാത്രമല്ല, യുദ്ധത്തിന് മുതൽ കൊടുക്കുവാന്ന് മാത്രമല്ല, നിന്റെ ഖൽബിയായ അഴമാൽ അള്ളാഹുവിനെ കൊടുക്കാൻ ആർക്ക് പറ്റുന്നുവോ, അതാണ് മനോഭാവം. അത് കൊടുക്കാൻ പറ്റണമെങ്കിൽ 2 സാധനം ഇപ്പുറത്ത് ഒത്തുവരണം. ഒന്ന് വത്തഖ, തെക്കുവള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. തെക്കുവയും ഈ പറഞ്ഞതുപോലെ കുറ്റിയിൽ തറച്ചാൽ നിൽക്കുന്ന സാധനമല്ല. അൽ ഖൽബു ലഹു തഖല്ലുബുൻ, കാറ്റത്താടുന്ന ചിറക് പോലെയാണ് മനുഷ്യന്റെ ഹൃദയം, മറിയും മായും. അപ്പോൾ വസദ്ദഖ ബിൽ ഹുസ്ന, ഈ അനുഭവിക്കുന്നതിന് നാളെ പ്രതിഫലം കിട്ടുമല്ലോ എന്ന് സ്വയം സമാധാനിക്കുകയും ചെയ്യാൻ ആർക്ക് പറ്റുന്നുവോ ആ ന്യൂനപക്ഷത്തിന്, ആ മൈനോറിറ്റിക്ക് ഫസനിയസ്സിറുഹു ലിൽ യുസ്ര, മതം ഒരു പൂവൻ പഴം പോലെ സിമ്പിളായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാത്തവന് പാലായിരിക്കും. അപ്പം ഞാൻ അവിടെ കറങ്ങി പറഞ്ഞതല്ല. യുക്തിയെ സംബന്ധിച്ചുള്ള ആലോചനയിൽ ഒന്നാമത്തേത്, യുക്തി അള്ളാഹുവിൻ്റെ സൃഷ്ടിയായതിനാൽ ചില യുക്തി അള്ളാഹുവിന് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ യുക്തി. പിന്നെ എല്ലാ അഴമാലുകളിലും ഹിക്മത്തുണ്ട്. നമുക്ക് 2ാം ഘട്ടത്തിൽ പറയാം. എല്ലാ അമലുകൾക്കും ഹിക്മത്തുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ആ ഹിക്മത്തുകളുടെ മുകളിൽ ഫുറൂയിയായി ഓരോന്നിൻ്റെയും ഹിക്മത്ത് നമ്മൾ ചികഞ്ഞന്വേഷിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ നിയമം, ചിലതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും യുക്തിബോധം അള്ളാഹു തന്നതായതിനാൽ അതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിരികെ കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആത്യന്തിക യുക്തി. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പൊതുവായ ഒരു കാര്യം. പിന്നെ 2ാമത്തേതോ, ഒരു വിഷയത്തിൽ സ്ഥാപിതമായ ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ ആ അതോറിറ്റിയെ വഴങ്ങുക എന്നുള്ളതും പൊതുവായ ഒരു യുക്തിയാണ്. അതിനുണ്ടല്ലോ, നമ്മൾ ആരുടെ കീഴിലാണോ ഉള്ളത് അനുസരിക്കുക. ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് ഈ 3 ആൾ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് 3 ആൾക്കും പ്രത്യേകിച്ച് മസിയത്തും ഒന്നുമില്ല. പക്ഷേ ഒരു പൊതുവായ ഒരു ഇല്ലീഗൽ, എഴുതപ്പെടാത്ത അൺറിട്ടൺ ലോ ഇവിടെ നിൽക്കുന്നു. എന്താ? നിങ്ങൾ ഒന്നിച്ച് ഇവിടത്തേക്ക് കയറി വരാൻ പാടില്ല. എന്താ ലോജിക്ക്? അത് കോമൺ സെൻസ് ആണ് ലോജിക്ക്. എന്താണ് അതിൻ്റെ കോമൺ സെൻസ്? ഈ വേദി സംഘടിപ്പിച്ചവരുടെ പൊതുബോധത്തിൽ നിന്നുണ്ടായ പ്രോട്ടോകോളാണത്. നാവുള്ളവരെല്ലാവരും മിണ്ടാൻ പാടില്ല, കാലുള്ളവരെല്ലാവരും കയറാൻ പാടില്ല, എങ്കിലേ ഇവിടെ ഒരു ബാലൻസിങ് ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മഹാസംഗമം, ആ സംഗമത്തിന്റെ സംവിധായകനും സംഘാടകരും സാരഥികളും നിശ്ചയിച്ച ഒരു ധാരണയുണ്ട്. ചിലതൊക്കെ അവരെ നമ്മൾ ഇല്ലീഗലി ഒരു പൊതുബോധം വെച്ചുകൊണ്ട് അനുസരിക്കേണ്ടതുണ്ട്. അതാണ് അതിന്റെ പൊതുവായ ലോജിക്. പിന്നെ ഓരോന്നിലേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഓരോന്നെടുത്ത് നോക്കിയാൽ സമയം ഒരുപാട് പോകും. ഇപ്പം അദ്ദേഹം ചോദിച്ചു, കാലിൻ്റെ അടിയിലേക്ക് പെയിന്റ് ഇട്ടാൽ എന്താ കുഴപ്പം? കാലിൻ്റെ അടിയിലേക്ക് പെയിന്റ് ഇടാൻ പറ്റുന്നും പറ്റൂല. 2 ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പറ്റൂല തന്നെ കൂട്ടിക്കോ. എങ്കിലും അത് അഹങ്കാരത്തിന്റെ സിമ്പലാണ്. അത്ര പോരെ? നന്ദിയുള്ളവനാവുക എന്ന് പറയുന്ന ഒരു പൊതു മനുഷ്യൻ്റെ ഒരു നല്ല ഗുണമാണ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹു തന്നു, അവനെ വഴങ്ങാം. ഞാനൊരു അഹങ്കാരിയല്ലെന്ന് സ്വയം ചെറുതാകാം. സ്വയം ചെറുതാകുമ്പോൾ അത് നേട്ടം മുടി സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ കാരണം?
സ്വർണ്ണമില്ലാത്തവന് സങ്കടമുണ്ടാവരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കാൻ പാടില്ല. ലോജിക്ക് ഇല്ലാത്ത മതമല്ല ഇസ്ലാം. അത് പറയാൻ മെനക്കെട്ടാൽ അതേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഒരു കാലിൽ ചെരുപ്പിടൽ കറാഹത്താണെന്ന് പറയുന്നതിന്റെ കാരണം എന്തേ? ഇയാനത്തിലുള്ളത്. ചെറിയ കിതാബല്ലേ ഇയാനത്ത്? വലിയ ചെറിയ കിതാബ്, എല്ലാവരും ഉപയോഗിക്കുന്ന മുതതാബിലായ കിതാബല്ലേ എന്താ ഇയാനത്തിലുള്ളത്? അത് മറ്റേ കാലിനോട് ചെയ്യുന്ന അനീതിയാണ്. ഒരു കാലുമ്മൽ മാത്രം ചെരുപ്പ് ധരിക്കൽ കറാഹത്തായതിന്റെ ന്യായം ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. അത് മറ്റേ കാലിനോടുള്ള അനീതിയാണ്. ആ നൈതിക സൂക്ഷ്മത ലോകത്തെ ദർശനത്തിലാണ് ഉള്ളത്. ലംബ്രയും കളിക്കൂട്ടുകാരൻ പ്രവാചകനും ഹലീമയുടെ അകടുന്ന് പാല് കുടിക്കുകയാണ്. പ്രവാചകന് വലത്തെ മുലയിൽ നിന്ന് കുടിക്കുന്നുള്ളൂ, ഇടത്തെ മുല കാട്ടിക്കൊടുത്താലും പ്രവാചകൻ കുടിക്കുന്നില്ല. അത് ലംബ്രത്തിനോടുള്ള അനീതിയാണ്. ഇപ്പൊ നീതി അനീതി വിഷയങ്ങളൊക്കെ ഇസ്ലാമിന്റെ സൂക്ഷ്മമായ തലങ്ങളിലുണ്ട്. അന്ത്യനാളിൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോഴും നിന്റെ കയ്യിൽ വിത്തുണ്ടെങ്കിൽ വിതക്കുക. അത് വിത്തിനോട് പാലിക്കേണ്ട നീതിയാണ്. അല്ലെ നീ വിത്ത് കയ്യിൽ പിടിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് നാളെ ചക്ക പറിക്കാൻ പറ്റില്ല എന്ന് കൊണ്ടല്ല നീ അത് തീയിൽ വലിച്ചെറിയുന്നത്. നിനക്ക് ചക്ക പറിക്കാൻ പറ്റിയാലെന്ത് പറ്റിയില്ലെങ്കിൽ എന്ത്? കുരുവിനെ മണ്ണിൽ ഇടുക എന്നുള്ളത് അതിനോട് ചെയ്യുന്ന നീതിയാണ്. മാങ്ങാണ്ടി മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ളത്, മാങ്ങാക്കുരു മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ളത് അതിനോട് ചെയ്യേണ്ട ഒരു നീതിയാണ്. നീതിയുടെ സൂക്ഷ്മതലം അങ്ങനെയാണ്. പക്ഷേ ആ സൂക്ഷ്മതലമൊന്നും പുതിയ ചർച്ചയിൽ പ്രസക്തമല്ല. പുതിയ ചർച്ചയിൽ അല്ലെങ്കിൽ ഇവരോടുള്ള സംസാരത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഞാനെന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, ലോജിക്ക് ഉണ്ട് എന്ന് നിങ്ങൾ തെളിവ് പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഉള്ളിൽ വരുമ്പോഴും നമുക്ക് അവിടെ ഒരു ബേസ് ഉണ്ട്. ലോജിക്കിനെ പറ്റി ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു തലമുള്ളത്.